നമസ്കാരം. സോംജീസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കോൺഗ്രസ്സുകാർക്കും അഭിമാനകരമായ ഒരു വാർത്ത കണ്ടതുകൊണ്ട് അത് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് കരുതിയാണ്. 60 വർഷം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച കോൺഗ്രസ് എന്ന പാർട്ടി മുത്തശ്ശിയെ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പാർട്ടി ആയ കോൺഗ്രസ്സിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ബഹുമതി ഈ കഴിഞ്ഞ തവണ നമ്മുടെ പ്രധാനമന്ത്രി ഇറ്റലി സന്ദർശിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. അവിടെ ഒരു കോടതിയിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ചും കോൺഗ്രസിൻ്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന സോണിയാഗാന്ധിക്കും ചില അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു കോടതി വിധി മോദിക്ക് കൈമാറി എന്നാണ് കേൾക്കുന്നത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്റർ വാങ്ങുന്നതിന് ഇറ്റലിയിലെ ഒരു കമ്പനിയുമായി നടത്തിയ ഇടപാടിൽ 600 കോടി രൂപ കൈക്കൂലിയായിട്ട് ഇവിടെ പാർട്ടി കോൺഗ്രസിനും അതിലെ ആളുകൾക്കും ആയി കൈമാറി എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുകയല്ല, അതിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ച് ഇറ്റലിയിലെ ഒരു കോടതി അവിടെ ഇറ്റലിക്കാരായ ഈ കേസിൽ ഇടപെട്ടവർക്ക് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കേസിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ പേര് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്ര മോശം പരിപാടിയാണോ? അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾക്കൊരു പേര് കിട്ടുന്നു കോൺഗ്രസിൻ്റെ അന്നത്തെ നമ്മളുടെ പ്രസിഡന്റ് ആയിരുന്ന സോണിയാഗാന്ധിയുടെ ആളായിരുന്നല്ലോ നമ്മുടെ മൻമോഹൻ സിംഗ്. സോണിയ ഭരിക്കുകയും മൻമോഹൻ സിംഗ് പീഠത്തിലിരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇവരുടെയൊക്കെ പേരുകൾ ഇറ്റലിയിലെ ഒരു കോടതിയിൽ പുറപ്പെടുവിക്കുന്ന വിധിയിൽ വരിക എന്നൊക്കെ പറയുമ്പോൾ നല്ല സുന്ദരമായ രാജ്യാന്തര പ്രശസ്തിയാണ് അവർക്ക് കിട്ടുന്നത്. കോൺഗ്രസ്സുകാരെ അഭിമാനിക്കണം. പ്രത്യേകിച്ചും ഗാന്ധി കുടുംബം എന്നൊക്കെ പറഞ്ഞ് ഗാന്ധി കുടുംബം എന്ന ലേബലിൽ ലോകം അറിയാൻ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ കുടുംബ മഹിമ അറിയാൻ ഇങ്ങനെയൊരു കേസൊക്കെ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾക്ക് ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ഒരാഘോഷത്തിലാണ് നമ്മളുടെ മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ. കോൺഗ്രസിന് 99 സീറ്റ് കിട്ടി പ്രതിപക്ഷമാകാനുള്ള വിധി ജനങ്ങൾ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം അങ്ങോട്ട് ഒതുങ്ങാത്തത് കൊണ്ട് ഇതുപോലെയുള്ള വാർത്തകളൊന്നും പത്രത്തിലോ അല്ലെങ്കിൽ ചാനലുകളിലോ വരുന്നില്ല. അതുകൊണ്ട് ജനത്തിന് അത് അറിയിക്കേണ്ടെന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ജനം അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? സോണിയയുടെ കുടുംബത്തിന് ഇത്ര കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പം ജനത്തിന് എന്ത് കാര്യമായിരിക്കണം? സോണിയയുടെ കുടുംബമല്ല, നെഹ്റുവിൻ്റെ കുടുംബം, ഇന്ദിരാഗാന്ധിയുടെ കുടുംബം, രാജീവ് ഗാന്ധിയുടെ കുടുംബം, നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി, അങ്ങേരുടെ കുടുംബത്തിന് 600 കോടിയിൽ എന്ത് കിട്ടാനാണ്? ഇത്ര എല്ലാവരും ഉൾപ്പെടുന്ന നമ്മുടെ ആന്റണി, പ്രതിരോധ മന്ത്രിയായിരുന്ന ആന്റണിയുണ്ട്, ഈ കക്ഷി ഇതിൽ ഉൾപ്പെടുന്നുണ്ടാവും തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ആന്റണി അറിയാതെ ഒരു പ്രതിരോധ ഇടപാട് നടക്കുമോ മന്ത്രി അറിയാതെ? അപ്പോൾ അങ്ങനെയൊക്കെ മികച്ച നിലവാരത്തിൽ കോൺഗ്രസ്സുകാർക്ക് അഭിമാനിക്കാവുന്ന ചില കാര്യങ്ങളിലാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതെല്ലാ മാധ്യമങ്ങളും ഒട്ട് അറിയിക്കുന്നുമില്ല. നമ്മളുടെ ചാനലുകളൊക്കെ പരതിയിട്ട് ഇങ്ങനെയൊന്നും സംഭവിച്ചതായി കാണുന്നില്ല. അതുകൊണ്ട് എല്ലാവരും അഭിമാനപുളകിതരാവട്ടെ. നമ്മളുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആൾ ഇറ്റലിയിലെ ഒരു കോടതിയിൽ നടന്ന കേസിൽ പ്രതിയായി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്, അല്ലേ? കോൺഗ്രസ്സുകാർക്കെങ്കിലും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഒരു പാർട്ടി എങ്ങനെയാണ് അധംപതിച്ചു പോകുന്നതെന്നറിയാൻ ഇതിൽ കൂടുതലൊന്നും അറിയണ്ട.
കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ജനങ്ങൾ തൂത്തെറിഞ്ഞത് എന്ന് സംശയിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. കോൺഗ്രസ് ആണ് ഈ പുരോഗതി എല്ലാം ഉണ്ടാക്കി തന്നത്, അതുകൊണ്ട് അവരെ ജയിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും കോൺഗ്രസിന് പിന്തുണയുമായി നടക്കുന്നുണ്ട്. ഇങ്ങനെയൊരു കുടുംബം അവരുടെ പാരമ്പര്യം നിലനിർത്തുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള കോടിക്കണക്കിനായ രൂപകൾ ഇന്ത്യ ഗവൺമെന്റിന്റെ പേരിൽ, ഇന്ത്യയിൽ ഭരണം നടത്തിയതിന്റെ പേരിൽ അവർ ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അവരുടെ ഒരു ഫാമിലിയെങ്കിലും രക്ഷപ്പെടുന്നുണ്ടല്ലോ. എത്രയോ 60 വർഷത്തോളം ഈ രാജ്യത്തെ ഈ രീതിയിൽ ഭരിച്ചുകൊണ്ട് പോയിട്ട് അവർ നടത്തിയ പുരോഗതിയുടെ വേഷം കെട്ടുകൾ ഇങ്ങനെ കാണിക്കുന്നത് എന്താണ് അതിനർത്ഥം? ഇപ്പോൾ അവർക്ക് പറ്റുന്നത്, അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ കട്ടെടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളാണ് അവർ ഇതുവരെ ചെയ്തു പോയതെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസ്സുകാരാണ് ഉത്തരം പറയേണ്ടത്. കോൺഗ്രസ്സുകാർക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു വിധിയാണത്. പ്രിയങ്ക ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുമ്പോൾ എല്ലാ കോൺഗ്രസ്സുകാരും അവർക്ക് തന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം പാർട്ടി. എന്നുവെച്ചാൽ കോൺഗ്രസിനോട് അനുഭാവമുള്ളവരും ഒന്ന് സംശയിക്കാനിടയുണ്ട്. അങ്ങനെ വരുത്തരുത്. ഒരു സംശയവുമില്ലാതെ ആ കുടുംബത്തെ രക്ഷിക്കണം എന്ന് എല്ലാ കോൺഗ്രസ്സുകാരും ആവശ്യപ്പെടണം ജനങ്ങളോട്. അതാണ് വേണ്ടത്. നമ്മൾക്ക് പ്രധാനം കുടുംബമാണ്, അതും നെഹ്റു കുടുംബം. അതിനെ അങ്ങനെ തഴയാതെ അതിനെ പൊക്കിക്കൊണ്ട് കിടക്കണം. എല്ലാവരെയും എം പിമാരോ പാർട്ടിയുടെ പ്രസിഡന്റോ ഒക്കെ ആക്കി തീർക്കണം. വേറെ ഒരു താഴെയുള്ള ഒരു പോസ്റ്റിലേക്ക് അവർ പരിഗണിക്കരുത്. ഒന്നുകിൽ പ്രധാനമന്ത്രിയാക്കണം, പാർട്ടി പ്രസിഡന്റ് ആക്കണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാക്കണം, എം പി ആക്കണം. എല്ലാ മെമ്പേഴ്സിനെയും എം പി ആക്കി കൊടുക്കണം. എങ്ങനെ പ്രബുദ്ധരായ കേരളീയരാണ് അത് ചെയ്തു കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് അവർ വയനാട് നിന്ന് മത്സരിക്കാൻ വരുന്നത്. പ്രിയങ്ക വാദ്രയൊക്കെ എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് ഇത് വെച്ച് നോക്കുമ്പോൾ ഒന്നും ആയിരിക്കില്ല. അതൊന്നും ഇത് വെറും 600 കോടി രൂപയുടെ അഴിമതിയേ ഉള്ളൂ. അഗസ്റ്റ വെസ്റ്റ് ലാൻഡ് ഈജിപ്തുകാരിക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ കഥകളൊക്കെ. അതുകൊണ്ട് അതിനെ പറഞ്ഞ് ബാക്കിയുള്ളവർ ചീത്തയാക്കണ്ട. ഈജിപ്തുകാരിയോട് തന്നെ എല്ലാവരും ചോദിക്കട്ടെ. കോൺഗ്രസ്സുകാർ അഭിമാനത്തോടെ സോണിയാഗാന്ധിയെയും ഒക്കെ കൊണ്ടേ നടക്കട്ടെ. മൻമോഹൻ സിംഗിനെ പ്രകീർത്തിക്കട്ടെ, നിർത്താതെ പ്രകീർത്തിക്കട്ടെ. പ്രിയങ്ക വാദ്രയ്ക്ക് ഇവിടെ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കട്ടെ. അവർക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടട്ടെ എന്നാണ് എൻ്റെ ആശംസ. താങ്ക് യു. വീണ്ടും കാണാം.